മാർക്കറ്റ് ഓൾറെഡി ഒരു ഫോളിൽ സെറ്റാണ്. പേഴ്സണലി ആ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ ആ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പറയാം, അതിൻ്റെ ലെവൽ പറയാം. അടുത്ത പൊസിഷൻ പോകുന്നുണ്ട്. പ്രസൻ്റ്ലി ഞാൻ എടുത്തില്ല. 512 ഞാൻ നേരത്തെ ഒഴിവാക്കിയ 510 ഒഴിവാക്കിയ ട്രേഡ് വീണ്ടും ട്രിഗർ ചെയ്തു. എടുക്കുന്നില്ല, പേഴ്സണലി എടുത്തില്ല. മോർണിംഗിൽ കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, സർ ലോട്ട് സൈസ് മാറിയാ നിങ്ങൾ നോക്കിയാ? ഇല്ല, ഇന്നല്ല ഞാൻ ഇല്ല, എനിക്ക് മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇന്നല്ലേ 20 പറഞ്ഞു? ഇന്നലല്ലേ അത് 20? ആക്ച്വലി ഞാൻ ഇപ്പോൾ നന്ദു അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അത് വ്യത്യാസമുണ്ട്. അത് എവിടെ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്, ജസ്റ്റ് നോക്കി. ഇപ്പോൾ ഒരു ഫോളാണ്. ഞാൻ മൂന്നാമത്തെ ട്രേഡ് എടുത്തില്ല, ലൈവിൽ കയറിയതാണ്. ഓക്കെ, എവിടെ നമ്മുടെ ലൈവിനുള്ളിൽ ഇത് എവിടെ ഇട്ടിട്ടുണ്ടല്ലോ. ഇത് നിഫ്റ്റി ബാങ്ക് ആണെങ്കിൽ February 26 ആണ്. ക്വാർട്ടർലി, മന്ത്ലി അല്ല, ഡെയിലി ഇല്ലല്ലോ, ഡെയിലി ഇല്ല. നമുക്കിനിയിപ്പോൾ ലോട്ട് സൈസ് മാറുന്നത് എന്തായാലും ഈ ഫെബ്രുവരിയിലായിരിക്കും. ലാസ്റ്റ് എക്സ്പയർ വിത്ത് ലോട്ട് സൈസ്, റിവൈസ്ഡ് ലോട്ട് സൈസ് ഇവിടെ നിന്നാണ്, ഈ ഒരു ഡേറ്റാണ്. ഇവിടെ ഒന്നും November 20 ഇല്ലല്ലോ. നമുക്കപ്പോൾ December 26 ആയിരിക്കും. ഇല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി 26, February 26 തൊട്ടാണ് മാറുക. മന്ത്ലി ഇതെവിടെ, ദിസ് വൺ. ക്വാർട്ടർലി നോക്കണ്ട, മന്ത്ലി നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ട്രേഡിൻ്റെ ഉള്ളിലേക്ക് പോവാം. അത് കംപ്ലീറ്റ്ലി, ആ ട്രേഡ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തു. ഞാനിത് 514 സെല്ല് ചെയ്തതാണ്. അത് തിരിച്ച് കയറി വന്നു. എന്നാലും രാവിലത്തെ ട്രേഡ്സ് വളരെ സേഫായിട്ട് ട്രേഡ് ചെയ്യേണ്ടതാണ്. ടാർഗറ്റ് കംപ്ലീറ്റ്ലി 50,000 എന്നുള്ളത് ഫുള്ളി ഹിറ്റായി. നമ്മുടെ ഈ ഒരു ലൈന് ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 960 ആണ് നമ്മൾ ലൈന് ഹിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി. ഇന്ന് ആക്ച്വലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ അദാനിയുടെ ന്യൂസ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അദാനിയുടെ ന്യൂസ് കാരണം മാർക്കറ്റ് പെട്ടെന്ന് നമ്മുടെ ഈ ലൈൻ്റെ താഴേക്ക് വരുന്നത് കണ്ടു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞൊരു 3 സെഷനായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. 400 താഴെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 240 എത്തിയപ്പോഴേക്കും പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ നല്ല 2 ട്രേഡ്സ് കിട്ടി. ഞാൻ ആക്ച്വലി ഷോർട്ട് ചെയ്യുന്നത് തന്നെ കുറച്ച് മേളിൽ നിന്നായിരുന്നു. മാർക്കറ്റ് വീഴും എന്നുള്ളൊരു കാൽക്കുലേഷൻ അദാനിയുടെ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തു. ക്വാണ്ടിറ്റി കുറവായിരുന്നു, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ട്രേഡ്, ഇത് മൂന്നാമത്തെ ട്രേഡ്. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ തന്നെ ആക്ച്വലി അത് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 60 പോയിൻറ്റിൻ്റെ ഒരു ട്രേഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് 480 ഞാൻ കണ്ടു. 480 എൻട്രി. 100 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. മൂന്നാമത്തെ ട്രേഡ് ഞാൻ പേഴ്സണലി എടുത്തില്ല. പക്ഷേ അതൊരു പാനിക് സെല്ലിംഗ് ആണ്. പാനിക് സെല്ലിങ്ങോടെ കംപ്ലീറ്റ്ലി അത് പിന്നെ ഒരുപാട് കയറിപ്പോവും. നല്ല ട്രേഡ്, നല്ല പ്രോഫിറ്റിൽ നിന്നതുകൊണ്ട് ഞാൻ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് ട്രയൽ ചെയ്യാമായിരുന്നു, കുഴപ്പമില്ല. പുതിയ ട്രേഡ് എടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. ലൈവിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞും പോയി. ആ ട്രേഡ് അപ്പോഴേക്കും നിങ്ങൾ ലൈവിൽ കയറുമ്പോൾ ഈ ഡോജിക്ക് ശേഷം അടുത്ത ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ആ ക്യാൻഡിലാണ് ആക്ച്വലി മാർക്കറ്റ് വീഴുന്നത്. ഞാൻ ലൈവിൽ കയറുമ്പോൾ ഇത് ഓൾമോസ്റ്റ് 474 രൂപയ്ക്ക് കാണിച്ച ഒരു പ്രീമിയമാണ്, ഓൾമോസ്റ്റ് 604. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻട്രി എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഓൾമോസ്റ്റ് അത് 660 640 തന്നെയാണ് അതിൻ്റെ ടാർഗറ്റ്. ഓൾമോസ്റ്റ് 637 വരെ വന്നു. ഞാൻ മൈൻഡിൽ ഉദ്ദേശിക്കുന്ന ഈ ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രസൻ്റ്ലി എടുക്കുന്നില്ല, ഓൾറെഡി അത്യാവശ്യം പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനം പെട്ടെന്നാണ് രാവിലെ ഒരു ന്യൂസ് വരുന്നത്, അദാനി എൻ്റർപ്രൈസസിൻ്റെ ഒരു സിറ്റുവേഷൻ. അത് യൂഷ്വലി നടക്കുന്നതാണ്. പക്ഷേ US മാർക്കറ്റിലായതുകൊണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ഈസിലി ഊരിപ്പോരും, ഒരു പ്രശ്നമില്ലാണ്ട് അതങ്ങ് പോകേണ്ട സംഭവമാണ്. പക്ഷേ ഇത് അമേരിക്കൻ മാർക്കറ്റിലായതുകൊണ്ട് തന്നെ അത് അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ല. അത് കാരണം മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഒന്ന് അലവ് കൊടുത്തോട്ടെ. ടീനു എത്തിയല്ലേ? ഓക്കെ, ശ്രീനാഥ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു സ്ക്രീന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കും ലോവർ സർക്യൂട്ടാണ്. ഇത് കണ്ടോ, 18.5%, ഓൾമോസ്റ്റ് 20% ലോവർ സർക്യൂട്ടിലോട്ട് അത് ഹിറ്റ് ചെയ്ത് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ സ്റ്റോക്കും ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ലോവർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞു. സോ
ഇവരുടെ ഇമ്പാക്റ്റ് നിഫ്റ്റി 50 ആക്ച്വലി വളരെ കുറവാണ്, എങ്കിൽ പോലും അത് നിഫ്റ്റി 50യെ ഡ്രാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്ത് എനിക്ക് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, സെറീനത്തെ ഉണ്ട്. അപ്പോൾ ഇത്തായോട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 3% താഴെയാണ് സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസസ് ഒരു വോളറ്റൈലിറ്റി കാണിക്കുന്നതെങ്കിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാമെന്നുള്ളത്. അത് 10% പോകുന്ന കണ്ടപ്പോൾ പിന്നെ അതിനകത്ത് വേറൊന്നും ചോദിക്കാനില്ല, മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തു. സോ ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു നോളജ് അല്ല, അത് യൂഷ്വലി നമ്മുടെ ഉള്ളിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരെ ഒരു ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പൺ ചെയ്തതിന് ശേഷം എല്ലാ സ്റ്റോക്സും, ലിറ്ററലി എല്ലാ സ്റ്റോക്സും ഫോളോ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള സംഭവം. അതിൻ്റെ ഇടയ്ക്ക് HDFC ബാങ്കൊക്കെ അത്യാവശ്യം ഗുഡായിട്ട് നിന്നതാണ്. ഫസ്റ്റ് ക്യാൻഡിലൊക്കെ നോക്കിയാൽ ഇത് കാണുന്നുണ്ടോ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിന്ന് മാർക്കറ്റ് പെട്ടെന്നൊരു കയറ്റമാണ് കയറി തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് അതുപോലെ സെല്ലിങ് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് കംപ്ലീറ്റ്ലി വീക്കായി PE സൈഡിലേക്ക് ട്രിഗർ ആയിട്ടുണ്ട്. സോ സേഫർ നമ്മൾ അതിനകത്ത് ഒരു ഷോർട്ട് ചെയ്യുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലൊരു കാര്യം കൊണ്ടുണ്ട്, നമ്മൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ മാർക്കറ്റ് വീഴുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ P&L എല്ലാം റെഡിലാവും, നമുക്ക് ആ ഒരു മാർക്കറ്റ് ഡ്രോ ഇല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഒരു നെഗറ്റീവ് ഫേസിലേക്ക് പോകും എന്നുള്ളത്. മാർക്കറ്റിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പുറ സൈഡിൽ ഇന്ന് എൻ്റെ P&L ഒരു സെക്കൻഡ്, എൻ്റെ P&L ഇന്നത്തെ ദിവസം ലാഭത്തിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അവസാനത്തെ ഒരു 10 മിനിറ്റിൻ്റെ ഡ്രോ ഡൗണിൽ ഡേ P&L എന്ന് എനിക്ക് കാണിക്കുന്നത് ഓൾമോസ്റ്റ് 233 രൂപ, ഓൾമോസ്റ്റ് 500 രൂപ പ്രോഫിറ്റ് ചെയ്യുന്ന കാണിച്ചാണ്. -262 റുപ്പീസാണ് അതിൻ്റെ ലോസ് എന്ന് പറയുന്നത്. എന്നാൽ മാർക്കറ്റ് വീഴും എന്നുള്ള കാൽക്കുലേഷനിൽ പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഓൾമോസ്റ്റ് 15x റിട്ടേൺ ആണ് ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുക. സോ ഇത് കമ്പയർ ചെയ്ത് നോക്കുക, നമ്മുടെ പൊസിഷൻ നെഗറ്റീവിൽ പോകുന്നുണ്ട്. പക്ഷേ ട്രേഡ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി അപ്പുറത്ത് പുട്ട് ഓപ്ഷൻ എടുത്ത് അതിലെ പ്രോഫിറ്റിൽ എടുക്കുമ്പോൾ ആ പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്കിന്ന് ഇപ്പോഴും ലോസിൽ വന്നിട്ടില്ല, എൻ്റെ ക്യാപിറ്റൽ എപ്പോഴും പ്രോഫിറ്റിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ ട്രേഡിങ് റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണ്, ആരുടെയും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫായിട്ട് ചെറിയ ലോട്ടിൽ പോലും ട്രേഡ് ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മുടെ പൊസിഷൻ ഭയങ്കര ഹെഡ്ജ്ഡ് ആയിരിക്കുകയും ചെയ്യും. നമുക്ക് വളരെ മാന്യമായിട്ട് ഇപ്പോൾ ഈ ഒരു എടുത്ത് അതിൻ്റെ SLE ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 500 രൂപയുടെ ലോസ് വരുമായിരിക്കാം. പക്ഷേ നമ്മുടെ പൊസിഷൻ കംപ്ലീറ്റ്ലി ഹെഡ്ജ്ഡ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ട്? ഇത് ഞാനൊരു ഇൻവെസ്റ്ററിൻ്റെ ഇല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡറിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്. നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് എടുത്തിട്ടുണ്ടാവും, മാർക്കറ്റ് നെഗറ്റീവ് ആണെന്ന് തോന്നിയാൽ ഒരു എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ P&L ഡ്രോ ഡൗൺ വരുന്നത് അതിനെ നമുക്ക് ഈസിലി ഈ പുട്ട് ഓപ്ഷൻ കവർ ചെയ്ത് തരും. അതായത് നിങ്ങളൊരു 1,00,000 രൂപയുടെ പൊസിഷൻ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചോ, ആ 1,00,000 രൂപയിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു 1,500 ഇല്ലെങ്കിൽ 2,000 രൂപ 2% ഡൗൺ ആയതായിട്ട് കാണാം. ഇപ്പോൾ അദാനി ഇല്ല എന്നുണ്ടെങ്കിൽ, അദാനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രോ ഡൗൺ ആവും. അദാനി ഇല്ലാത്തത് ഒരു പോർട്ട്ഫോളിയോ ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇന്നൊരു 2-2.5% ചിലപ്പോൾ ഡൗൺ ആയെന്നിരിക്കാം. ആ 2.5% എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് നമുക്കൊരു ട്രേഡ് എടുത്ത് വച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ എത്ര വേണം, ഒരു 6,000 രൂപ മതിയാവും. ഈ 6,000 രൂപ നമ്മളവിടെ ഒരു ട്രേഡ് എടുത്ത് അതിനൊരു 500 രൂപ SLE കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മാന്യമായിട്ടുള്ളൊരു ലാഭം കിട്ടും. 1,000 റുപ്പീസിന് മേളിലുള്ള ഒരു ലാഭം കിട്ടും. ഞാൻ ഒരു ലോട്ടിൻ്റെ കഥയാണ് പറയുന്നത്. സോ ഇത് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഹെഡ്ജിങ് അറിയാൻ പറ്റും, അയാൾ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ടാവും. ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. മാർക്കറ്റിൽ നിങ്ങൾ കാണുന്ന പ്രമുഖമായിട്ടുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിലോ ഇല്ലെങ്കിൽ പ്രോഫിറ്റബിൾ സക്സസ്ഫുൾ 1% ഓഫ് ട്രേഡർ എന്ന് പറയുന്നത് ഓപ്ഷൻസിനെ പേടിക്കുന്നവരല്ല, പേടിക്കണം, വളരെയധികം പേടിക്കേണ്ട ഒരു പൊസിഷനാണ്. പക്ഷേ അതിനെ നല്ല രീതിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പോർട്ട്ഫോളിയോ എപ്പോഴും സേഫ് ആയിരിക്കും. എന്തുകൊണ്ട് അവർ സക്സസ്ഫുള്ളി അവരുടെ P&L റിവീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇവിടെ എനിക്ക് എൻ്റെ P&L ഇടാൻ പറ്റുന്നുണ്ട്. ഞാൻ ബൈ ക്യാഷ് ഇടാറില്ല, എൻ്റെ ക്യാപിറ്റൽ ചെറുതാണ്. പക്ഷേ P&L ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹെഡ്ജ്ഡ് ആണ് എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. സോ മാർക്കറ്റിൻ്റെ ഡ്രോ ഡൗൺ പീരീഡ് കാണുമ്പോൾ നമ്മൾ പൊസിഷൻസ് മാറി എടുക്കാം. എന്നാൽ ചിലർ കാണിക്കാറുണ്ട് കയ്യിൽ ടോട്ടലി 20,000 ആയിരിക്കും, 20,000 റുപ്പീസിനും
പോയിട്ട് ഓപ്ഷൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് അതത്ര നല്ലൊരു പരിപാടിയല്ല. നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ ലംസം എമൗണ്ട് ഒരു സേഫർ അസറ്റ് സൈഡിൽ ഇടുകയും ഒരു ലെസ് മോർ റിസ്കി ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചെറിയൊരു ക്യാപിറ്റൽ ഇടുകയും ചെയ്യുക. ഞാനൊരു 10-20% മാക്സിമം ട്രേഡ് ചെയ്യാനും ബാക്കിയുള്ളത് നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും വച്ചിരിക്കുക. ഇല്ലെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനായിരിക്കും വെച്ചിരിക്കുക. സോ ദാറ്റ് ഇപ്പുറത്തെ ഓപ്ഷൻസിൽ നഷ്ടം വരുന്ന ഒരു ദിവസം അപ്പുറത്തെ സ്റ്റോക്കിനകത്ത് കുഴപ്പമില്ലാത്തൊരു ലാഭത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും പൊസിഷനൊക്കെ സ്ക്വയർ ഓഫ് ചെയ്ത് കളയാൻ പറ്റാറുണ്ട്. സോ ഈ കഴിഞ്ഞ മാർക്കറ്റിൽ ഇപ്പോൾ ഈ അടുത്ത ഒരു സെപ്റ്റംബർ 20 ശേഷമുള്ള ഒരു ഫോളിൽ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് 17 പൊസിഷൻസ് ഉണ്ടായിരുന്നു, സ്വിങ് പൊസിഷൻസ്. എന്നാൽ ഈ മാർക്കറ്റ് ഇത്രയും കറക്റ്റ് ചെയ്തിട്ടും എൻ്റെ P&L ആക്ച്വലി പ്രോഫിറ്റിലാണ് ഞാനത് എക്സിറ്റ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ എടുത്ത കഥയല്ല, അത് കംപ്ലീറ്റ്ലി വിട്ടേക്കുക. അവിടെ ഒരു 153% റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി വിട്ടേക്കുക. എന്നാൽ ബയ്യിങ് പ്രൈസിന് അടുത്തെത്തുമ്പോൾ പൊസിഷൻ കട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാർക്കറ്റിൽ കാശിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാശ് കിട്ടത്തില്ല, ആ കാശിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പൊസിഷൻ ലാഭത്തിലേക്ക് വരുമ്പോൾ ആ പൊസിഷൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പൊസിഷൻ നഷ്ടത്തിലേക്ക് വരുമ്പോൾ പൊസിഷൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ P&L ഇല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലും കട്ടായിക്കൊണ്ടിരിക്കും. അതാണ് അവിടുത്തെ പ്രശ്നം. ലാഭം നമുക്ക് കൂടുതൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രേഡ് തന്നെ എനിക്കവിടെ ഇന്ന് എവിടെ 600-ന് മുകളിൽ പോയി. ഞാനവിടെ കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇവിടെ നിന്നിട്ട് റിവേഴ്സൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഇന്നൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും. ഒന്നും കിട്ടാത്തതിനേക്കാളും നല്ലത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ചെറുതായിക്കൊണ്ട് പോട്ടെ, പക്ഷേ അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ട്രേഡർ ആകുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്ത എത്ര ക്യാപിറ്റലുള്ള ഒരു ട്രേഡറിനും ട്രേഡർ ആകാൻ പറ്റത്തില്ല. ഇവൻച്വലി ട്രേഡർ എന്ന് പറയാം, കയ്യിൽ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ട്രേഡർ എന്ന് പറയാം. പക്ഷേ കോൺഫിഡൻസ് ആയിട്ട് പുള്ളിക്കാരനെ തിരിച്ചിങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഞാനൊരു ട്രേഡറാണ് എന്നുള്ളത്. ബിക്കോസ് അവിടെ ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടില്ല എന്ന് പുള്ളിക്കാരന് അറിയാൻ പറ്റും. സോ അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. സോ ഇന്ന് കുറേ ടോപ്പിക്സ് അവിടെ പറഞ്ഞു. ഇന്ന് മാർക്കറ്റ് അദാനി എന്താണോ സംഭവിച്ചത് ആ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നമ്മളെ ഡ്രാഗ് ചെയ്ത് 50,000 എന്നുള്ള മാർക്ക് ഹിറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള നമ്പറായിട്ടുള്ള 23,240, ഐ തിങ്ക് ഇത് കുറച്ച് മുന്നേ എവിടെയെങ്കിലും ഹിറ്റ് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, 350 വരെ താഴോട്ട് പോയിട്ടുണ്ട്. 240 അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അത് ഹിറ്റ് ചെയ്തു. 240 എന്ന് പറയുന്നത് തട്ടിയിട്ടില്ല, എന്നാൽ പോലും അത് 240. ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും ഇല്ല, ഫ്രീ ആയിട്ട് ഗ്രൂപ്പിലുള്ള എല്ലാ പേർക്കും അറിയാം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു നമ്പർ, കഴിഞ്ഞ എത്രയോ ലൈവിനുള്ളിൽ പറയുന്ന ഓരോ 1000 പോയിൻറ്റ്സിൻ്റെ ഓരോ നിഫ്റ്റിയുടെ ലെവലിലും 240 എന്നുള്ളൊരു നമ്പർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലേക്ക് വന്ന് സപ്പോർട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇനി ഒരു പ്രത്യേകിച്ച് ഒരു ട്രേഡില്ല. മാർക്കറ്റിനൊരു കാം ഡൗൺ പീരീഡിലേക്ക് പോകുന്നുണ്ട്. മാർക്കറ്റ് ഇനി ഒന്ന് ഷോർട്ട് ചെയ്യണമെങ്കിൽ 49,800 താഴെ വരണം. ഓക്കെ, 800 താഴെ ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പൊട്ടുവാണ്. അതാണ് അവിടുത്തെ സംഭവം. ഷോർട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്ക് ഷോർട്ട് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം മാറി നിൽക്കാം. ഇത് കാണുന്നുണ്ട്, ഈ ട്രെൻഡ് ലൈനൊക്കെ എവിടെയോ കിടക്കുന്ന ട്രെൻഡ് ലൈനാണ്, ഈ ബോക്സിൻ്റെ ട്രെൻഡ് ലൈനാണ്. ഇത് പോയി നമ്മൾ ഇന്ന് റീടെസ്റ്റ് ചെയ്തതും ഓൾമോസ്റ്റ് ആ ട്രെൻഡ് ലൈൻ എന്ന് പറയണ്ട, 240 അല്ലേ, ഞാൻ ഇപ്പോൾ പറഞ്ഞു തീർന്നേ ഉള്ളൂ. ഇപ്പുറത്ത് പറഞ്ഞ അതേ നമ്പറാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്, 50, 240 സപ്പോർട്ട് എടുക്കാൻ നോക്കി വീഴുന്നു. ഓക്കെ, അടുത്ത് 800 എന്നുള്ള ഒരു നമ്പറിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നു അല്ലേ. ഈ സമയത്തൊക്കെ ഞാൻ അവിടെ ആക്ച്വലി ആദ്യത്തെ അരമണിക്കൂറിനകത്ത് ഞാൻ ട്രേഡ് തീർക്കാറുണ്ടല്ലേ. ഇവിടെ 1, 2, 3 ട്രേഡ് അവിടെ ഉണ്ടായിരുന്നു. പി സൈഡിൽ ആദ്യത്തെ സി സൈഡ് സപ്പോർട്ട് എത്തുമ്പോൾ ഒരു സി എടുത്ത് വച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഒറ്റ മിനിറ്റിനുള്ളിൽ ഈ ഒരു ട്രേഡിൽ ഒരു 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കാണും. ഈ ഒരു ഫോളിലോ ഓൾമോസ്റ്റ് ഒരു 2000 റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓൾമോസ്റ്റ് ഒരു 3,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് ഈ ഒരൊറ്റ ലൈവിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോകുന്നത്. അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം കാശ് ഇരിക്കുന്നുണ്ട്, നോളജ് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും അടുത്ത ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമാധാനമായിട്ട് വന്ന് ട്രേഡ് ചെയ്യാം. നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇരുന്നാലും അത് നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ല. നമ്മൾ ബീച്ചിൽ പോയിട്ട് ഒരു പിടി മണൽ കയ്യിലെടുത്ത് ഒന്ന് ഇറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. നമ്മുടെ നോളജ് ഇല്ലാതെ നമ്മൾ അത് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് ആ മണൽ വിരലിനിടയിൽ കൂടെ അതങ്ങ് പോകും. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയാറുള്ളതാണ്, എൻ്റെ സ്റ്റുഡൻസിന് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്.
ആ നോളജ് സ്വയം നിങ്ങൾ കഷ്ടപ്പെടുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പഠിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് അവിടെ കോഴ്സിലിരുന്ന് പഠിക്കുന്നുണ്ട്. ഞാനിതൊരു അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ആയിപ്പോവും. അത് കംപ്ലീറ്റ്ലി വിട്ടേക്കുക. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ക്രിയേറ്റ് ചെയ്യുക. ആഗ്രഹം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഷോ പറയുന്നത് പോലെ നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വർക്ക് ചെയ്യും, നിങ്ങളത് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. കാശുള്ള ഒരാൾക്ക് ഫീ കൊടുത്ത് പോയിരുന്ന് പഠിക്കാം, കാശില്ലാത്ത ഒരാൾ ഒരു സമയം കൊടുത്ത് പഠിക്കാം. രണ്ട് കാര്യത്തിലൂടെയാണ് നമുക്ക് നോളജ് കിട്ടുക. ഒന്ന് ബൈ ടൈം, സെക്കൻഡ് വൺ ബൈ മണി. അപ്പോൾ മണി ഇല്ലാത്ത ഒരു വ്യക്തി അവിടെ ടൈമിന് സ്പെൻഡ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു മെൻറ്ററിനെ കിട്ടിയില്ല, മണി ഉണ്ടായിരുന്നിട്ടും മെൻറ്ററിനെ കിട്ടിയില്ല. ലാസ്റ്റിൽ ഞാൻ അവിടെ ടൈമിനെ യൂസ് ചെയ്തു. ഓൾമോസ്റ്റ് 1.5 വർഷത്തിന് മേളിലെടുത്തു ട്രേഡ് ചെയ്ത് ആ ഒരു റിതം കണ്ടെത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്കും അത് പോസിബിളാണ്. കാശ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ഫീ എടുത്ത് പഠിക്കുക എന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ എന്താണ് ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി പറഞ്ഞത് എന്താണ്, നിങ്ങൾ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ വിടുക. ഇത് കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റും, ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വാസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പൊസിഷൻ ഹെഡ്ജ് ചെയ്യാം, സേഫായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇരിക്കാം. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ തിരിച്ച് കയറുന്നുണ്ടാവും. ഇപ്പോൾ പോർട്ട്ഫോളിയോ ചിലപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ ഗ്രീനിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇല്ല, യെസ്, പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് 560 രൂപ പ്രോഫിറ്റിലേക്ക് കയറി വന്നിട്ടുണ്ട്. എൻ്റെ ഡേ പി ആൻഡ് എല്ലിൽ ഞാൻ പറയുന്ന സ്റ്റോക്കിൻ്റെ പൊസിഷനിലാണ് അത് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഓൾമോസ്റ്റ് 300 റുപ്പീസിൽ നിന്ന് പ്ലസ് അപ്പോൾ ഒരു 800 രൂപയുടെ നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ കയറിയപ്പോൾ എൻ്റെ സ്വിംഗ് ട്രേഡിങ്ങിനകത്തുള്ള പൊസിഷനിൽ ഒരു 800 രൂപ കയറിയിട്ടുണ്ട്. എനിക്ക് കയ്യിലൊരു 500 രൂപ കിട്ടുന്ന പൊസിഷനിൽ നിൽപ്പുണ്ട്. സോ ഓൾമോസ്റ്റ് അവിടെ ഒരു പ്രോഫിറ്റും ഇവിടെ ഒരു പ്രോഫിറ്റും. സോ റിയലൈസ്ഡ് പി ആൻഡ് എൽ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കളർഫുള്ളായിട്ട് ഓക്കെ ഞാൻ ഇന്ന് ലാഭത്തിലാണ് എന്ന് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അന്ന് പഠിച്ചതിൻ്റെ റിട്ടേൺ ഇന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആ ഒരു കോൺഫിഡൻസാണ് നമ്മളെ മാർക്കറ്റിനകത്ത് സർവൈവ് ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും പഠിപ്പിക്കുക. സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, മാർക്കറ്റിൽ വെറുതെ വന്ന് ട്രേഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാ ട്രേഡും എടുക്കുന്ന ഒരാളല്ല ട്രേഡർ, എല്ലാ ട്രേഡും മനസ്സിലാകുന്ന ഒരാളല്ല ട്രേഡർ. ഉള്ളിൽ കോൺഫിഡൻസോടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെറിയൊരു ട്രേഡർ ആണെങ്കിൽ പോലും അയാളുടെ ഫ്യൂച്ചറിൽ നല്ലൊരു ട്രേഡർ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ പഠിച്ച സ്റ്റുഡൻസിനോടാണെങ്കിലും പുതിയതായിട്ട് വന്ന് ലൈവിൽ നിൽക്കുന്ന ആളോടാണെങ്കിലും എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയാൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ എടുക്കുന്നത് കാണാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ ലേറ്റാകുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കും. സോ നമ്മൾ അത്രത്തോളം ഡിലേ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡിലേ അടിക്കാതിരിക്കുക. മാർക്കറ്റ് സപ്പോർട്ടിലെത്തിയിട്ടുണ്ട്, സേഫായിട്ട് ഇനി നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. നല്ല ഫണ്ടമെൻ്റലി ഗുഡ് സ്റ്റോക്സ് ഇതിന് മേളിലാണ്, ഇല്ലെങ്കിൽ 50,000 മേളിൽ മാർക്കറ്റ് വരുവാണെങ്കിൽ നിഫ്റ്റി 50-ലെ പല സ്റ്റോക്സും മേളിലോട്ട് കയറാൻ ശ്രമിക്കും ഈ ഒരു ലൈൻ വരെ. അപ്പോൾ നോക്കി വയ്ക്കുക, 50,000, 50, 240 എന്നുള്ള ലൈൻസ്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കി വെച്ചോ. HDFC ബാങ്ക് പോയി സപ്പോർട്ട് എടുത്ത് കാണണം. നമ്മളിപ്പോൾ ഈ ലൈവിനകത്ത് നിൽക്കുമ്പോൾ 1740 ഹിറ്റ് ചെയ്ത് കാണുന്നുണ്ടോ? പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 60-ൽ നിന്ന് 40 വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടല്ലേ. ഇനി ഇത് സ്ലോലി ഗ്രൈൻഡ് ചെയ്ത് കയറുന്നുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്, നോക്കിയിട്ടൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുക. ട്രേഡ് കിട്ടും. നിങ്ങൾ എത്ര നേരത്തെ വരുന്നു, ആദ്യത്തെ 15 മിനിറ്റിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതാണ് ട്രേഡിംഗ് എന്നില്ല, അത് സ്കാൽപ്പിംഗ് ആണ്. നല്ല ട്രേഡിങ് ഇനി 9:30-ക്ക് ശേഷം 10-10:15 ശേഷം നല്ല ട്രേഡ്സ് വരും. ഉച്ചയ്ക്ക് ശേഷവും നല്ല ട്രേഡ്സ് വെറുതെ വരുന്നുണ്ട്. ആ ഒരു ട്രേഡ് കയറി വരട്ടെ. നല്ല ട്രേഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ ട്രേഡ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ പറഞ്ഞ അതേ സെക്ടേഴ്സ് നിങ്ങൾ നോക്കി വയ്ക്കുക. ഒന്ന് IT സെക്ടർ, ഇൻഫി കയറുന്നുണ്ടോ? മാർക്കറ്റ് ഇത്രയും വീഴുന്നിട്ടും ഇൻഫി കയറി നിൽക്കുന്നുണ്ടോ? ഞാൻ അവിടെ പറഞ്ഞു എല്ലാ സെക്ടറിലെയും 2 മെയിൻ സ്റ്റോക്സ് എടുത്ത് വെച്ചിരിക്കാൻ പറഞ്ഞു. ഒന്ന് ഇപ്പോൾ ഇൻഫോസിസ്, TCS എടുത്ത് TCS നോക്കി വെക്കുക എങ്ങനെ മൂവ് ചെയ്തിരിക്കും എന്നുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് ആവാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ വിപ്രോ എടുത്ത് നോക്കുക. അടുത്ത് HDFC ബാങ്ക്, വേറെ ICICI ബാങ്ക് എടുത്ത് നോക്കുക. ഒരെണ്ണം നെഗറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ്. ട്രേഡ് ചെയ്യണ്ട, വലിയ പ്രശ്നമൊന്നുമില്ല. ബാക്കി ഇനി അടുത്ത് സൺ ഫാർമ പോലുള്ള എന്തെങ്കിലും ഒരു സ്റ്റോക്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോക്സിനകത്ത് നിങ്ങൾ പോയി നോക്കുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കയറി വരട്ടെ. ഈ കയറി വരുന്നതെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റാണ്. അവിടെ നമ്മൾ ആ ട്രേഡ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് കാണുന്നുണ്ടോ? അവിടെ ഒരു ബിൽഡപ്പ് വരുന്നുണ്ട്. വോളിയം സ്ലൈറ്റ്ലി വോളിയം ലെസ്സാണ്. ഇവിടെ ഒരു വിക്ക് താഴോട്ടുണ്ട്. സേഫായിട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്തിരുന്നാൽ മതി. ആദ്യത്തെ ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ട്രേഡാണ്. ഡിമാൻഡ് കുറച്ച് കുറഞ്ഞ ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. മാർക്കറ്റിലൊരു സപ്പോർട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ വീണ്ടും പോയിട്ട് PE ഷോർട്ട് ചെയ്യും.
പി ഷോർട്ട് ചെയ്യേണ്ട ഏരിയ അല്ല ഇവിടെ എന്ന് പറയുന്നത്. പിയിൽ പോയി എൻട്രി എടുക്കും. പിയിൽ എൻട്രി എടുക്കേണ്ട സ്ഥലമല്ല. സി എടുക്കാം, സ്ലൈറ്റ് മൂവ്മെൻറ്റ് കിട്ടും, ലാഭത്തിലായിരിക്കും. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ പറ്റുന്ന ഒരാൾക്ക് ഈ ചില സമയത്ത് ട്രെൻഡ് റിവേഴ്സൽ 500 പോയിൻ്റൊക്കെ പ്രീമിയം കയറുന്നുണ്ടാവും. അപൂർവം കിട്ടുന്ന ഒരു ട്രേഡിൻ്റെ പകരം എല്ലാ ദിവസവും ലാഭം എടുത്തിട്ട് വെളിയിൽ പോകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്നിട്ടാണല്ലേ മാർക്കറ്റ് വിടുന്നത്. അപ്പോൾ ഇനി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ 50,000 വരെയുള്ള ഫസ്റ്റ് മൂവ്, രണ്ടാമത്തെ 50,240 വരെയുള്ള സെക്കൻഡ് മൂവ്. ഓൾമോസ്റ്റ് ഈ ലൈവ് കയറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ 4-5 ട്രേഡോളം അതിനുള്ളിൽ ഫിനിഷ് ആവുമായിരുന്നു. അത്രേ ഉള്ളൂ അതിനകത്ത്. 2 ട്രേഡ് ഇവിടെ തീർന്നിട്ടുണ്ട്. മൂന്നാമത്തെ ട്രേഡ് നിങ്ങളുടെ കൂടെ ലൈവിൽ നിന്നപ്പോൾ മൂന്നാമത്തെ ട്രേഡ് ഉണ്ടായിരുന്നു. ഇത് 4ാമത്തെ ട്രേഡ്. അടുത്ത 5ാമത്തെ ട്രേഡ് ഈ ഒരു സോണിനകത്ത് 5ാമത്തെ ട്രേഡ് കിട്ടും. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 5ാമത്തെ ട്രേഡ് കിട്ടും. അപ്പോഴേക്കും ഉദ്ദേശിച്ച ഒരു ടാർഗറ്റ് പ്രൈസ് എൻ്റെ P&Lനകത്ത് വരും. ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി മാറുകയും ചെയ്യും. സോ ഇതിനിടയ്ക്ക് ഒരു SL ഒക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡ് നിർത്തുകയും ചെയ്യും. സോ ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഈ പ്ലാൻ നോക്കാം, നിങ്ങളുടേതായ അനാലിസിസ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനാലിസ്റ്റ് അല്ല. സോ നിങ്ങളുടേതായ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനെ എടുത്തിട്ട് ഗുഡെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പോവുക. ഒരിക്കലും ഒരു ബിഗിനറാണെങ്കിൽ മാർക്കറ്റിനകത്ത് ഇറങ്ങരുത്. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓപ്ഷൻസ് പോവുക. ബിഗിനർ ആണെങ്കിൽ മാക്സിമം ഈ ഗ്രൂപ്പ് യൂസ് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. പഠിപ്പിച്ച് തരാൻ ഒരു പ്രശ്നം അവിടെ ഇല്ല. നിങ്ങൾ കൂടെ നിന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഒരു പാക്കേജായിട്ട് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളവിടെ കോഴ്സ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ അത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ പൊസിഷൻ്റെ മേളിലോ, പൊസിഷൻ ഒക്കെ ഇച്ചിരി വീക്കാവാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോക്കിലോ ഓപ്ഷൻസിലോ എന്തെങ്കിലും ഇൻട്രാഡേയിലോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചോദിക്കാം. ഇല്ല? ഹലോ, ആ, അദാനിന്റെ ന്യൂസ് എന്തായിരുന്നു? അത് പറഞ്ഞില്ലല്ലേ. അദാനിയുടെ ആക്ച്വലി അവിടെ ഒരു ബ്രൈബിങ് ഇന്ത്യയിൽ വെച്ച് തന്നെയാണ്. അമേരിക്കൻ കമ്പനിയുമായിട്ട് എന്തോ ഒരു സംഭവമാണ്. ഒരു അമേരിക്കൻ കോർട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. അതായത് ഒരു ബ്രൈബിങ്ങിൻ്റെ ഒരു കേസാണ് അദാനിക്കെതിരെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വന്ന ന്യൂസ്. ഞാൻ രാവിലെ കേൾക്കുമ്പോൾ അറസ്റ്റ് വാറണ്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, ന്യൂസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. US കോർട്ടിൽ ഒരു കേസ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് വന്നു. അപ്പോൾ അതിൻ്റെ വിധി എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാനുള്ളൊരു വാറണ്ട് വന്നു. അതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു പാനിക്കായിട്ടുള്ളൊരു ഫോള്. അത് എവിഡൻ്റാണ്. ആ ഒരു പാനിക്ക് വരേണ്ടത് തന്നെയാണ്. സോ നാച്ചുറലായിട്ടുള്ളൊരു ഫോള് അവിടെ വന്നു. പക്ഷേ നിഫ്റ്റിയുടെ മേളിൽ അത്ര ഭയങ്കരമായിട്ടുള്ളൊരു പിടുത്തം ഇല്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി അദാനിയുടെ ആ ഒരു ഫോള് നിഫ്റ്റിയിൽ പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യാത്തത്. പക്ഷേ ആ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ട്, സ്ലൈറ്റ്ലി ഉണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ജെയിൻ്റ് ആയിട്ടുള്ള അദാനിയുടെ ഒരു വീഴ്ച എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു വീഴ്ചയായിട്ട് തന്നെ വരാൻ നല്ല സാധ്യതയുണ്ട്. സോ അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. എന്തായാലും നമ്മൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ടെക്നിക്കലി നടക്കുക. ബാക്കി ഇനി കണ്ടറിയണം. കണ്ടിട്ട് എനിക്ക് ടെക്നിക്കലി അത് വലിയൊരു സപ്പോർട്ടായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ഒരുവിധം കുഴപ്പമില്ലാത്ത സപ്പോർട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലിംഗ് ക്യാൻഡലിൻ്റെ വിക്ക് കാണുന്നുണ്ടോ, മേളിൽ നിന്ന് പ്രഷർ താഴെയിട്ടുണ്ട്. സോ ഇത് കർവ് ചെയ്യാൻ സാധ്യത ഐ തിങ്ക് സോ. ഷോർട്ട് ചെയ്യാൻ ഇനിയും പോസിബിലിറ്റി ഉണ്ട് എന്നാണ് മനസ്സ് പറയുന്നത്. ലെറ്റ് സി. ഓക്കെ, ഈ ഒരു ബൗൺസ് ഇതുവരെ കയറിയിട്ട് 350 റേഞ്ച് വരെ ഇതിനൊന്ന് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. നേരത്തെ 350 ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാൻഡലിൽ. അതിനുശേഷം ഇതൊന്ന് കർവ് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് കാൽക്കുലേഷനിലാണ് നിൽക്കുന്നത്. ക്യാൻഡിൽ നോക്കൂ, എന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ടീവാണ്. ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ഈ എങ്ങാനും തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഐ-ടിയും നമ്മൾ നേരത്തെ പറഞ്ഞ 2 സെക്ടേഴ്സ്, നിഫ്റ്റി ഐ-ടിയും നിഫ്റ്റി ബാങ്കും കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്യും ഇവരെ മേളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യണം എന്നുണ്ടെങ്കിൽ. യെസ്, ഒരു ഡൗട്ട് കേട്ടാ. നമ്മളെ പോർട്ട്ഫോളിയോ ഇപ്പോ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും റെഡിലാണ്. അതെ. അപ്പോ ഇപ്പൊ എല്ലാ ലോസ് ഏകദേശം എല്ലാ സ്റ്റോക്കുകളും വിറ്റിട്ട് മാർക്കറ്റ് ഒരു സേർട്ടൻ കണ്ടീഷൻ അപ്പിലോട്ടുള്ള ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ ബൈ ചെയ്യുന്നതിനെ കുറിച്ച് സാറിന് എന്താ അഭിപ്രായം? മാർക്കറ്റ് ലോ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ലോ എത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ഇതിനുള്ളിൽ കാണേണ്ടതാണ്, ഞാൻ കാണിച്ചു തരാം.
ഇത് കാണുന്നുണ്ടോ, മാർക്കറ്റ് കയറിപ്പോയ സ്റ്റെപ്പാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22,000 ആണ്. ഈ 22,000 നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്താണ് മാർക്കറ്റ് കയറിപ്പോയത്. ഐ തിങ്ക് നമ്മുടെ ഇതിനുള്ളിൽ ഏതാണ് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് പെട്ടെന്ന് ഇതിന് താഴെ ഒരിക്കൽ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോയി. ഐ തിങ്ക് അല്ലേ June 4th ആയിരുന്നു നമ്മുടെ ഇലക്ഷൻ റിസൾട്ട്. അതെ, ആ റിസൾട്ടിലാണ് മാർക്കറ്റ് ഇതിനു മുന്നേ ടെസ്റ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ താഴോട്ട് വീഴുന്ന സമയത്ത് ഓരോ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് യൂഫോറിക് സോണാണ് മാർക്കറ്റ് എന്തിന് കയറി എന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്തൊരു മാർക്കറ്റായിരുന്നു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു September 28 മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തു. ലൈവിൽ കുറച്ച് പേരുണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ. മാർക്കറ്റിന് ഇവിടെ ഷോർട്ട് ചെയ്ത് ഈ ഒരു ഫോള് തീരുമ്പോഴേക്കും എനിക്ക് എൻ്റെ ക്യാപിറ്റലിൻ്റെ മേളിൽ 153% റിട്ടേൺ ആണ് കിട്ടിയത്. അതിനുശേഷം മാർക്കറ്റ് വളരെ സ്ലോലി കർവ് ചെയ്ത് താഴോട്ട് പോയി. അപ്പോൾ ഈ കർവിങ് അടുത്ത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഗ്രീൻ ആയിരുന്നു. ഈ ഗ്രീന് 23,500 എന്നുള്ളൊരു ഈസി നമ്പറായിരുന്നു. ആ നമ്പറിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസ് വരുന്നത്. സോ മാർക്കറ്റ് കയറിപ്പോയതിൻ്റെ 2/3 പോസിറ്റിവിറ്റിയും വിഴുന്നു കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരു ബെയർ ടെറിട്ടറി, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബെയർ ടെറിട്ടറിയിലോട്ട് കടന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്, ഇന്നത്തെ ദിവസം ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ബെയർ ടെറിട്ടറി ഈ 240 താഴെ കൂടെ ആണെങ്കിൽ പിന്നെ അതിനകത്ത് പറയാനില്ല, മാർക്കറ്റ് 22,000 പെട്ടെന്ന് പോകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഇതിലെന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ വലിയ ലോസും വലിയ പ്രോഫിറ്റും ഇല്ലാത്ത സ്റ്റോക്കിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. ആക്ച്വലി നല്ല ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ളൊരു സ്റ്റോക്കാണെങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇപ്പോൾ മഹീന്ദ്ര പോലത്തെ സ്റ്റോക്സ്, HDFC ബാങ്ക് പോലത്തെ സ്റ്റോക്സ്, ഇൻഫോസിസ് പോലത്തെ സ്റ്റോക്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ, ഇത് കംപ്ലീറ്റ്ലി എൻ്റെ അനാലിസിസാണ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് യുക്തിയായിട്ട് തോന്നുന്നു അത് മാത്രം ചെയ്യുക. ഒരിക്കലും എൻ്റെ വേർഡിനെ എടുക്കരുത്. കാരണം അതായത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല സെൻസിൽ എടുക്കുക, അതിനെ ബ്ലൈൻഡായിട്ട് എടുക്കരുത്. കാരണം ഞാൻ പറഞ്ഞതിന് ശേഷം അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോവും. സോ അങ്ങനെ ഒരു പ്രോബബിലിറ്റി അവിടെയുണ്ട്, അവിടെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. എനിക്ക് മാർക്കറ്റ് ടെക്നിക്കൽ കണ്ടീഷനെ എനിക്ക് അനാലിസിസ് ചെയ്ത് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നതോടുകൂടി മാർക്കറ്റ് ഒരു കർവിങ് എടുത്തു, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ഈ പോയ സപ്പോർട്ടിൻ്റെ ലോ ബ്രേക്ക് ചെയ്താണ് നമ്മളിപ്പോൾ താഴോട്ട് പോയത്. അതാണ് ഇത്രയും വലിയൊരു വീക്ക്നെസ് നമുക്ക് മാർക്കറ്റിൽ തന്നത്. സോ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രീ ഫോളിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്ത് നാളത്തെ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ലൈനിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീക്ക്നെസ് കൺഫേം ആയി. ഓപ്പൺ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമോ, എങ്ങാനും ഇവിടെയാണ് റെഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് പിന്നെ അങ്ങോട്ട് നന്നായിട്ട് ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു കണ്ടീഷൻ, ഞാൻ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ട്രേഡറാണ്, എനിക്ക് ഡെയിലി ക്യാൻഡിലിൽ കാണുന്ന ഒരു മെത്തേഡാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഈ ഒരു കണ്ടീഷൻ സ്വിങ്ങിലും സംഭവിക്കാം, ഇല്ലെങ്കിൽ നിഫ്റ്റിയുടെ 1 day ടൈം ഫ്രെയിമിലും സാധ്യതയുള്ള ഒരു പോസിബിലിറ്റിയാണ്. സോ അവിടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള സ്റ്റോക്സിനെ കീപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഹാർഡ്ലി ഒരു 5 to 7% ഒക്കെ ഇനിയും ഫോളോ ചെയ്യാൻ സാധ്യത വന്നേക്കാം ഇൻ കേസ് വിഴുന്നു പോയാൽ. പക്ഷേ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ, നല്ല സ്റ്റോക്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ പാർഷ്യലി ബുക്ക് ചെയ്യേണ്ടി വരും. കണ്ടീഷൻ എന്താണ്, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ നാളെ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ, ഇതിൽ തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ, തൊടുവാണെങ്കിൽ ഇതിന് ഒരു ടീസർ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു കർവ് എടുത്ത് ഒരു ഡബിൾ ബോട്ടമായിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ ഇതൊരു ഡബിൾ ബോട്ടമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ടെക്നിക്കലി നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഈ ഒരു ഡബിൾ ബോട്ടത്തിൽ നിന്ന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറി പോവുകയാണെങ്കിൽ നമുക്ക് കയ്യിലിരിക്കുന്ന എല്ലാ പൊസിഷനും ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാം. ഇൻ കേസ് ഇത് മാർക്കറ്റിൽ താഴോട്ട് പോവുകയാണെങ്കിൽ പാർഷ്യലി ബുക്ക് ചെയ്ത് പോകേണ്ട സ്ഥലമാണ്. ആക്ച്വലി അത് ചെയ്യേണ്ട സ്ഥലം ഇവിടെയായിരുന്നു. ഈ സ്ഥലത്ത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. ആ താഴെ വരുമ്പോൾ നമ്മളത് ഒഴിവാക്കേണ്ടത്. ഇതിലെ ഓരോ സോണും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഹിറ്റ് ചെയ്തു, സെല്ല് ചെയ്തു, പോയി. ഓക്കെ, ഇവിടെയാണ് യഥാർത്ഥ നമ്മുടെ മാർക്കറ്റിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത്. ഈ പോയ മാർക്കറ്റിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇവിടെ പൊസിഷൻ സെല്ല് ചെയ്യാണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്ത ഒരു വ്യക്തിക്കാണ് ഇനി ഓരോ ലെവൽ, ഈ ഒരു ലെവൽ അടുത്ത് ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവൽ 3 ലെവലായിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൽ എക്സിറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി മാർക്കറ്റ് തിരിച്ച് കയറുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ 3ാമത്തെ ലെവൽ കഴിഞ്ഞ് 4ാമത്തെ ലെവലിലേക്ക് നമ്മൾ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും അറിയില്ല 22,000 ഹോൾഡ് ചെയ്യുമോ എന്ന് തന്നെ എനിക്കിപ്പോഴും അറിയില്ല. കാരണം മാർക്കറ്റ് എന്താണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ.
നമ്മളൊക്കെ സാധാരണ ട്രേഡേഴ്സാണ്, റീറ്റെയിൽ ട്രേഡേഴ്സാണ്. സോ പൊസിഷൻ എന്താണ് കയ്യിലിരിക്കുന്നത് എന്നുള്ളത് ഒരു തിരിഞ്ഞു നോട്ടം വളരെ നല്ലതാണ്. കയ്യിലിരിക്കുന്ന സ്റ്റോക്സ് വളരെ ഫണ്ടമെൻ്റലി ഗുഡാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ദേവയാനി ഇരിപ്പുണ്ട്, ജൂബിലൻ ഫുഡ്സ് ഇരിപ്പുണ്ട്. ജൂബിലൻ ഫുഡ്സൊക്കെ ഇപ്പോഴും ഇന്നും പോസിറ്റീവിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ജൂബിലൻ ഫുഡ് പറയുന്ന 586 രൂപയ്ക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പൊസിഷനാണ്. ഒരു 25,000 30,000-നകത്തുള്ളൊരു പൊസിഷൻ കയ്യിലിരിപ്പുണ്ട്. ഇപ്പോഴും അത് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇത്രയും വീഴുന്നിട്ട് നമ്മൾ എടുക്കുന്ന സ്ഥലം ഏകദേശം ഇവിടെ എങ്ങാണ്ടായിരിക്കണം. പക്ഷേ മാർക്കറ്റ് അതിന് ശേഷം ഒരു 5% കറക്റ്റ് ചെയ്തിട്ടും സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുന്നില്ല, സ്റ്റോക്ക് മേളിലോട്ട് പോകുന്നു. സോ അത് ഡിമാൻഡുള്ള സ്റ്റോക്കാണ്. അതുപോലത്തെ മാർക്കറ്റിൽ വീഴുമ്പോൾ ഡിമാൻഡുള്ള സ്റ്റോക്സ് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ തിരിഞ്ഞു നോക്കുക കയ്യിലിരിക്കുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഫിൽട്ടർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ അതിക്രമിച്ചിട്ട് കുറച്ച് സമയമായി. അത് ഇവിടെ ചെയ്യേണ്ടതായിരുന്നു, നേരത്തെ ഇവിടെ ചെയ്യേണ്ടതായിരുന്നു, വിട്ടു. ഓക്കെ, ഇതും കഴിയുമ്പോൾ ഇവിടെ ചെയ്ത് തീർക്കേണ്ട പ്രോസസ്സായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 സ്റ്റെപ്പ് താഴോട്ട്, അടുത്ത സ്റ്റെപ്പും കഴിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട്. സേഫായിട്ട് മാർക്കറ്റിൽ കുഞ്ഞു കുഞ്ഞു പൊസിഷൻസ് ഒഴിവാക്കി പഠിക്കാം. കാരണം എത്ര താഴോട്ട് പോകും എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ പൊസിഷൻ ലൈറ്ററാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് പ്രോഫിറ്റിലും ആണ്, ഇന്ന് എൻ്റെ കയ്യിൽ ഫ്രീ ക്യാപിറ്റലും ഉണ്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പറ്റി, ഓക്കെ കുഴപ്പമില്ല, ഇപ്രാവശ്യം പറ്റിയത് പോട്ടെ. അടുത്തിനി വരുമ്പോൾ മാർക്കറ്റിന് ഇതുപോലെ നമ്മൾ കുറേ സ്റ്റേജസ് വെച്ചിരിക്കുക. മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സ്റ്റേജ് ഏതാണ്, മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ സ്റ്റേജാണ്, മാർക്കറ്റിൻ്റെ ബെയറിഷ് സ്റ്റേജ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സ്റ്റേജ് ആയിരുന്നു. ഇതുവരെ വന്ന് ഇങ്ങനെ പോകാൻ ബുള്ളിഷ് ഏരിയ തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയയാണ്. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ ഒരു ബെയറിഷ് ഏരിയയിലോട്ട് കടന്നിട്ടുണ്ട്. ബെയറിഷ് ഏരിയയ്ക്ക് എത്ര വേണമെങ്കിലും താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇനി ബെയറിഷ് ഏരിയയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ഫണ്ടമെൻ്റലി ബെസ്റ്റ് ആയിരിക്കണം. പക്ഷേ ബുള്ളിഷ് ഏരിയയിൽ മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇവിടെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പ് കംപ്ലീറ്റ്ലി കളയും. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ മിഡ് ക്യാപ്പും കളയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കളയാറുണ്ട്. ഇവിടെ ലാർജ് ക്യാപ്പ് മാത്രം ഹോൾഡ് ചെയ്യുന്ന, അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 70% നമ്മൾ സ്വിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടെ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കുക കയ്യിലിരിക്കുന്നതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ചോദിക്കുക. ഒരുപാട് കംപ്ലീറ്റ്ലി ഒരു 10-20 സ്റ്റോക്ക് ചോദിക്കരുത്. 1-2 നല്ല തീരെ ഡൗട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അത് ഹോൾഡ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. മാർക്കറ്റ് വീക്കായിട്ടുണ്ട്, അത്യാവശ്യം നല്ല വീക്കായിട്ടുണ്ട്. ഇനി റിക്കവറി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. മാർക്കറ്റ് ഇങ്ങനെയാണ് വീഴുന്നത്, ഈ വീഴുന്നത് 45 ഡിഗ്രിയിലാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് കയറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കാനുള്ളൊരു സാധ്യതയായിരിക്കും കൂടുതൽ, ഇങ്ങനെ പോകാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. സോ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം മാറിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ സംഭവം. സോ ഇനി ഒരുപാട് സമയത്തേക്ക് നമ്മുടെ ക്യാപിറ്റൽ വളരെ സ്ലോയിൽ മാത്രം മൂവ് ചെയ്യുന്ന സ്റ്റോക്കായിരിക്കും. ലാർജ് ക്യാപ്പ് നിഫ്റ്റി 50 ഓർ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്നുള്ളൊരു ഇൻഡെക്സ് ഉണ്ട്. ഈ 2 ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഒരു 1-2% മേളിൽ റിട്ടേൺ തരാനുള്ള സാധ്യത. സോ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിലും ഫോക്കസ് ചെയ്യേണ്ട സ്ഥലം അത് മാത്രമാണ്. ഡെയിലി ഇൻട്രാഡേ ട്രേഡറിന് എപ്പോഴും ട്രേഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു, 50-100 സ്റ്റോക്ക്, ഈ 100 സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് പെർഫോമറിന്, അതായത് ബെസ്റ്റ് മൂവ്മെൻറ്റ് തരുന്ന ഒരു 10 സ്റ്റോക്കിനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഹയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ 60% നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിനകത്ത് സക്സസ് ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് നിൽക്കും. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് വലിയ കാര്യങ്ങളുടെ ബാക്കിൽ പോകുന്നതാണ്. വേറൊരാളുടെ ട്രേഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെക്കൊണ്ട് എന്ന് ട്രേഡർ ആവാൻ പറ്റുമോ അന്നേ നിങ്ങൾ യഥാർത്ഥത്തിൽ ട്രേഡർ ആവുന്നുള്ളൂ. വേറൊരാളുടെ ട്രേഡ് കോപ്പി ചെയ്യേണ്ട. ഐഡിയ കേൾക്കാം ഏത് സ്റ്റോക്ക് എന്നുള്ളതൊക്കെ നോക്കാം. വെറുതെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഇപ്പോൾ 1840 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ്, നോക്കിക്കോ. 1220 ഇല്ലെങ്കിൽ 1240 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. HDFC ബാങ്ക് സപ്പോർട്ടിൻ്റെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. മാർക്കറ്റ് ഷോർട്ട് ചെയ്യണമെങ്കിൽ ഷോർട്ട് ചെയ്യാം. സോ ഓരോ ലെവൽ പ്രൈസ് ആക്ഷൻ പഠിച്ചു പോയാൽ മതി, ഒരു കുഴപ്പമില്ല. അത് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ സ്വിംഗ് പൊസിഷൻ നിങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് സോണിൽ നിൽക്കുന്നു, കയ്യിലിരിക്കുന്നത് ഫണ്ടമെൻ്റലി ഗുഡാണെന്ന് ഒരു തിരിഞ്ഞു നോട്ടം. സ്റ്റോക്ക് അനാലിസിസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാം, അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാം. ഇത് രണ്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് PE റേഷ്യോ കൂടിയ സ്റ്റോക്കാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ ആ പൊസിഷന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്നോട് പേഴ്സണലി ചാറ്റ് ചെയ്യൂ, ഞാൻ അതിനെക്കുറിച്ച് ഫർദർ ബെറ്റർ ആയിട്ടുള്ളൊരു അനാലിസിസ് തരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഇല്ല?
നമ്മൾ രാവിലെ വന്നപ്പോൾ നമുക്കൊരു ഒരേ ഒരു പി ഡയറക്ഷൻ നമുക്ക് കണ്ടാലേ ആ പി ഡയറക്ഷൻ ആ ഒരു പി ഡയറക്ഷൻ്റെ ട്രേഡ് നമുക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സി ഡയറക്ഷൻ ദേ പോകുന്നുണ്ടോ, ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, സെക്കൻഡ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് കയറി പോകുന്നു. ഓർമ്മയുണ്ടോ, ഇവിടെ ലൈവിൽ നിൽക്കുമ്പോൾ 49,800 ഒരു സി എടുക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് പോയിട്ട് ഒരു സിയുടെ നോക്കാം, 49,800 സി. ഓക്കെ, സി. ഓക്കെ, അതിൻ്റെ ലോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ലോ ഹിറ്റ് ചെയ്തത് ഓൾമോസ്റ്റ് 500 രൂപയ്ക്കാണ്. നമുക്കൊരു 520, 540 രൂപയ്ക്ക് ഇതിനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 680 രൂപയായിട്ടുണ്ട്. ടാർഗറ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല, ടാർഗറ്റിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ്. സോ ട്രേഡ് പോകുന്ന എന്തുകൊണ്ട് അവിടെ ഡെയിലി P&L പ്രോഫിറ്റിൽ ഇടാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടും റെസിസ്റ്റൻസും സമാധാനമായിട്ട് കണ്ടുപിടിക്കുകയും നല്ല ട്രേഡ് വരുമ്പോൾ കാശ് ഇടുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സക്സസ് മാജിക്കോ ഒരു സംഭവവും ഇല്ല. നല്ല ട്രേഡ് കാണുന്നു, ശ്രമിക്കുന്നു, എസ് എൽ അടിക്കാറുണ്ട്, ഒരു കുഴപ്പമില്ല. എസ് എൽ അടിക്കുമ്പോൾ എസ് എൽ അടിച്ചിട്ട് ഇറങ്ങി മാറി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇപ്പോൾ 50,000 ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ നിന്ന് 880, 900 മേളിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. 900 to 50,000 ഓർ 50,100, അടുത്ത് 50,240. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, രണ്ടാമത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. വേണമെങ്കിൽ ഇവിടെയെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, പാർഷ്യലി ബുക്ക് ചെയ്യേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. മൂന്നാമത്തത് ഈ ഒരു ലെവൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇല്ലെങ്കിൽ ഈ ഒരു 240 റേഞ്ചിൽ ചിലപ്പോൾ ഒരു എക്സിറ്റ് പ്രതീക്ഷിക്കേണ്ടി വരും. ഇതാണ് മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അർജുനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ട്രേഡ് അർജുൻ പേഴ്സണലി എടുത്തിരിക്കും. അവർ പഠിച്ചതാണ്, കോഴ്സും കഴിഞ്ഞ് നിൽക്കുന്നവരാണ്, അവർക്കറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുക എന്നുള്ളത് അറിയാൻ പറ്റും. എസ് എൽ വെക്കാൻ അറിയാം. ഈ ക്യാൻഡലിൽ താഴെ അവർ എസ് എൽ വെച്ചിട്ട് വെറുതെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അവർക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. സോ ശ്രദ്ധിക്കുക, ഈസിലി പഠിക്കാൻ ശ്രമിക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. മാർക്കറ്റിൽ ആ ഒരു ട്രേഡ് ഇനി കണ്ടിന്യൂ ചെയ്ത് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് 2 ട്രേഡും മിസ് ചെയ്തു. ഒരു പി ഇ സൈഡും മിസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പി ഇ സൈഡും മിസ് ചെയ്തു. ഈ തിരിച്ച് കയറി റിക്കവറി, ഈ ഒരു വി പാറ്റേൺ എനിക്ക് പേഴ്സണലി മിസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഓൾറെഡി ഇരിക്കുന്ന പ്രോഫിറ്റിൽ ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമില്ല. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് ഇന്നത്തെ സെഷൻ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നാളെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിനുള്ളിൽ ലൈവ് ഉണ്ടാവും, പറഞ്ഞാൽ മതി. ഞാനവിടെ ഇട്ടിട്ടുണ്ട്, പേഴ്സണലി ആർക്കും മെസ്സേജ് ഇട്ടിട്ടില്ല. ഓക്കെ, വൈസ്. ഓക്കെ, അല്ല കുറച്ച് ലേറ്റാണല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് റെക്കോർഡഡ് ആണ്, ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്തേക്കാം. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഷെറിൻ, ജയറാം, ടിനു കുഴപ്പമില്ല, ശ്രീനാഥ്, അഖിൽ. ഓക്കെ, കുഴപ്പമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിരുന്നാൽ മതി. പേഴ്സണലി ഗ്രൂപ്പിനകത്ത് ഞാൻ എൻ്റെ റിപ്ലൈ കണ്ടില്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്യുമോ, ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ചാറ്റിലേക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്തിരുന്നാൽ മതി. എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഫോസിസിലും ഒരു വീക്ക്നെസ് കിടപ്പുണ്ട്. മാർക്കറ്റ് അത്ര നല്ലൊരു കയറ്റം ആയിരിക്കത്തില്ല ഈ കയറിപ്പോയാലും. ഇൻഫോസിസിലൊക്കെ ഒരു ചെറിയൊരു വീക്ക്നെസ് ക്യാൻഡലിൽ കാണിക്കുന്നുണ്ട്. സോ ചിലപ്പോൾ ഇങ്ങാനും ഇത് തിരിച്ച് വീണ്ടും വന്നേക്കാം. ശ്രദ്ധിച്ചിട്ടൊക്കെ ട്രേഡ് ചെയ്യുക. ഇതിന് മുകളിൽ ക്ലോസിംഗ് ഒക്കെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം. സ്കാൽപ്പറിന് കുഴപ്പമില്ല, നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ലൈവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ ബാക്കി കണ്ടീഷൻസ് കൂടെ നോക്കിയിട്ട് പോവാം. നമ്മൾ ഈ പറഞ്ഞ കർവിൽ നിന്ന് ഒന്ന് ജസ്റ്റ് വെളിയിൽ പോയിട്ട് തിരിച്ച് വീണ്ടും കർവിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു ബെയറിഷ് ഫ്ലാഗായിട്ട് എടുക്കുക. ഈ ബെയറിഷ് ഫ്ലാഗ് ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യാനുള്ള നോളജുള്ള എക്സ്പീരിയൻസ് ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറേ ഐഡിയാസ് കിട്ടിക്കാണും. അടുത്ത നിഫ്റ്റി 50 കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി കാണിക്കുന്നുണ്ട് ഒരു വി പാറ്റേൺ. എവിടെയാണോ ബ്രേക്ക് ചെയ്ത് പോയത് ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ട്രേഡ് ചെയ്യേണ്ട, ഇതിന് താഴേക്ക്, ഈ ക്യാൻഡലിൻ്റെ താഴേക്ക് വന്നാലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ലോ വന്നു കഴിഞ്ഞാലോ നമുക്ക് താഴോട്ട് നോക്കാം. ഇതിന് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ 240, 260, 300 മേളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് നെഗറ്റീവിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഈ സൈഡിൽ ഇവിടെ കയറണം നിർബന്ധമില്ല. ഇവിടെ നിഫ്റ്റി വീഴുമ്പോൾ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ കയറണമെന്നില്ല. വെയിറ്റ് ചെയ്യുക, നല്ല ട്രേഡ് കിട്ടണം എന്നുള്ളത് വാശി പിടിക്കേണ്ട. വരുവാണെങ്കിൽ എടുക്കുക. ഓക്കെ, ഇൻഫോസിസിൻ്റെ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരിക്കും നിഫ്റ്റി വന്ന് താഴോട്ട് കൊണ്ടുവന്നിരിക്കുക. ബാങ്ക് നിഫ്റ്റി ഇതുവരെ പിടിച്ചിരിക്കുന്നുണ്ട്. റിലയൻസ് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമില്ല. HDFC ബാങ്ക് സപ്പോർട്ട് മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുകയാണ്. ശരി, നോക്കാം. ഈ സപ്പോർട്ടിൽ നിന്നെങ്കിലും കയറി പോവുകയാണെങ്കിൽ മാർക്കറ്റിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിനൊരു റെക്റ്റാങ്കിൾ ബോക്സ് ഒരു ചാനലാക്കി എടുത്തു. ഈ ചാനൽ ബ്രേക്ക് ചെയ്ത് കയറി പോവുകയാണെങ്കിൽ ഇതിലേക്ക് കയറി പോകുന്ന ഈ ഒരു മൊമെൻറ്റം
52-ന് മേളിൽ 60 വരെയുള്ള ഈ ഒരു ഇൻട്രാഡേ ട്രേഡ് നിങ്ങൾക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡ് നിങ്ങൾക്ക് ട്രിഗർ ചെയ്ത് വരികയും ചെയ്യും. ആ ട്രേഡ് കണ്ടിന്യൂഷൻ പോവുകയാണ്. അതിന് SL ട്രയൽ ക്യാൻസൽ ഒന്നും അടിച്ചിട്ടില്ല. കയറി പോകുന്നെങ്കിൽ പോട്ടെ. ഇതാണ് ഫസ്റ്റ് മൂന്നാമത്തെ ടാർഗറ്റ്. വീണ്ടും ട്രയൽ ചെയ്യാം, വേണമെങ്കിൽ വെറുതെ വിട്ടേക്കാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനേ ഞാനവിടെ പറയുള്ളൂ. ഓക്കെ ഓക്കെ, ലൈവ് നമുക്ക് തീർന്നിട്ട് ഉടനെ ഇറങ്ങാം. എൻ്റെ ടാർഗറ്റ് എത്തുമ്പോൾ നമുക്ക് അതിനകത്ത് എക്സിറ്റ് ചെയ്യാം. ഇത് വീഴുന്നിട്ടില്ല, ഇവിടെ താഴെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടിരിക്കുക. ഇല്ല, അവിടെ ഒരു വീക്ക്നെസ് വരുന്നുണ്ട്. വരട്ടെ, ചിലപ്പോൾ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ വരാൻ സാധ്യത കാണിക്കുന്നില്ല. നോക്കാം. ഇല്ല, കാരണം HDFC ബാങ്ക് കൺസോൾഡേറ്റ് ചെയ്യാണ്. കൺസോൾഡേറ്റ് ചെയ്യുന്ന കാരണം ബാങ്ക് നിഫ്റ്റിയിലൊരു കൺസോൾട്ടേഷൻ മാറിയാൽ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ഇനി മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മേളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാൻഡിൽ ഗ്രോ ചെയ്യും. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ നെഗറ്റീവിൽ നിൽക്കുമ്പോൾ ഇവിടം ബ്രേക്ക് ചെയ്യാൻ പാടാണ്. ഇത് മേളിലേക്ക് വന്നൊരു മറബോസും ആയിക്കഴിഞ്ഞാൽ ഇവിടം ബ്രേക്ക് ചെയ്ത് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ നോക്കിക്കോളുക. ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തേക്കാം. എന്തായാലും നമ്മൾ പറഞ്ഞ ട്രേഡിൻ്റെ ഫസ്റ്റ് 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ടാർഗറ്റ്, ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 240. പിന്നീട് ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു സോണിലായിരിക്കും. അപ്പോൾ ആ ഒരു സോണിലെത്തുമ്പോൾ അത് എക്സിറ്റ് ആയിക്കോട്ടെ. ഇൻട്രാഡേ ട്രേഡർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. ഒരു 48-ന് മേളിൽ ഇല്ലെങ്കിൽ 50-ക്ക് മേളിൽ ഒരു ട്രേഡ് നോക്കിയാൽ മതി. HDFC ബാങ്ക് നല്ല ട്രേഡ് ചിലപ്പോൾ തന്നേക്കാം. ഇൻഫോസിസും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻട്രാഡേ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 40-ക്ക് മേളിൽ കയറി വരട്ടെ. ഇല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ മേളിൽ മാത്രം ട്രേഡ് ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞ് ഒരുപാട് ടൈം എക്സ്ട്രാ പോകുന്നുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടില്ല, അടിപൊളി. ഇല്ല ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ OBSനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലേറ്റാണ്, ഞാൻ റാൻഡം ലേറ്റാണ്. ഓക്കെ, ഞാൻ ഇപ്പുറത്തെ OBSൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രേഡറിനെ സക്സസ്ഫുൾ ട്രേഡർ ആക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. സോ അത് നിങ്ങളുടെ ലൈഫിൽ യൂസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. ഞാൻ ഇന്നത്തെ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി.